ബിഗ് ബോസ് തന്നെ പലപ്പോഴായി നോറയെ വിളിച്ചിട്ടുണ്ട്. നോറ നിങ്ങൾ സൂപ്പറാണ്, നല്ലൊരു മത്സരാർത്ഥിയാണ്. അങ്ങനെ ഇവിടെ ആരെയും വിളിച്ചിട്ടില്ല. അപ്പൂട്ടനെ പെമ്മേഷം കെട്ടിച്ചവളുണ്ടല്ലോ, ചിലപ്പോൾ ഇവൾ അവന്റെ പെങ്ങളായിരിക്കും. എന്നാലും ആശാന്റെ ജീവിതത്തിൽ നടത്തിയെടുത്തൊരു വേഷം. പിന്നെ നീ ഒരു കച്ചറയാണെന്ന് അവർക്ക് മനസ്സിലാകരുത്. നല്ല സ്റ്റാൻഡേർഡ് വേണം. ജാസ്മിൻ ജാഫർ, എനിക്കറിയില്ല. ജാസ്മിനോട് വരുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു നമുക്ക് അത് ചെയ്യാം, ഇത് ചെയ്യും, അത് ചെയ്യും, ഇത് ചെയ്യും. പക്ഷേ ജാസ്മിൻ അതൊന്നും ചെയ്ത് കാണിച്ചിട്ടുമില്ല. ജാസ്മിൻ്റെ എന്നെ വന്നിട്ടൊരു ഒരു ആലുവ മണപ്പുറത്ത് കണ്ട പരിചയം പോലും ജാസ്മിൻ എന്നെ കാണിച്ചിട്ടില്ല. ജിനോച്ചേട്ടൻ ഇവിടെ എന്താ കാണിക്കുന്നത് എനിക്കും മനസ്സിലായി, ജനങ്ങൾക്കും മനസ്സിലായി. പക്ഷേ നോറ എന്ന വ്യക്തി അവിടെ കാണിച്ച കാര്യം ജനങ്ങൾക്കും മനസ്സിലായി, നാട്ടുകാർക്കും മനസ്സിലായി, പീപ്പിൾസിനും മനസ്സിലായി, ഓഡിയൻസിനും മനസ്സിലായി. അതാണ് നോറയുടെ വ്യക്തി വിജയം. നമ്മളെ മോള് വിചാരിച്ച പോലെയൊന്നല്ലോ. ഇവിടെ ഏറ്റവും മോശപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് ജാസ്മിൻ ജാഫറിനെ ഞാൻ പറയത്തുള്ളൂ. കാരണം ഒരു അന്തവും ബന്ധമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നത്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. നോറ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് അറിയാം നോറ എന്തുകൊണ്ട് നിൽക്കുന്നു, നോറ എന്തുകൊണ്ട് കരയുന്നു. മൈൻഡ് ഗെയിം കണ്ടില്ലേ, പറയുന്നുണ്ടേ ഇതിന്റെ മൈൻഡ് ഗെയിം. ഇത് അതുപോലെയല്ല, ഇതിനകത്ത് സാധനമുണ്ട്. അപ്പൊ പഴയ ഫ്രോഡ് പരിപാടി തന്നെ. ഇവിടെ എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുക ബിഗ് ബോസ്. ഇവിടെ ആർക്കും ഒരു ലോജിക് ഇല്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നത്. എന്നിട്ട് ഞാൻ ഡേ 2 ഓംലെറ്റിന് മഞ്ഞ പൊട്ടിയെന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും സിജച്ചേട്ടൻ എന്നെ തല്ലാൻ വന്നു. നിങ്ങൾ പറയുന്നതൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാവരും അങ്ങനെ ബിഗ് ബോസ് പറയുന്നു, ഞാൻ പറയുന്നൊന്നും മനസ്സിലാവുന്നു, എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. ജനങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ല ബിഗ് ബോസ്. കരയാതെ തിരിച്ചു പോകൂ. ബിഗ് ബോസ് പോയി ലിപ്സ്റ്റിക് ഇട്ട് ആത്മവിശ്വാസം കൂട്ടൂ. താങ്ക് യു ബിഗ് ബോസ്. തരൂർ മാന്യനാണ്, ഒരു അന്തസ്സുണ്ട്, കുഴപ്പമില്ല, ശരിയാവും. പോരേടാ, ഓക്കെ അല്ലേ?